പൂക്കി സതീശമേനോൻ മുഖ്യമന്ത്രിയിലൂടെ കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കി കളയാം എന്ന തരത്തിലാണ് സത്യത്തിൽ ടീം UDF അധികാരത്തിലേക്ക് വരുന്നത്. ടീം UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൽ അധികം പരിശ്രമിച്ചതും ഇതേ സംഖ്യകൾ തന്നെയാണ്. പക്ഷേ ഒരു മാസം തികയുന്നതിന് മുമ്പ് 2 വിക്കറ്റുകളാണ് ടീം UDFിൻ്റെ കയ്യിൽ നിന്നും തെറിച്ചിരിക്കുന്നത്. അതും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി സംഘികളെ തന്നെ തിരികെ കയറ്റിയ 2 വിക്കറ്റുകൾ. ഈ 2 വിക്കറ്റുകളും മന്ത്രിമാർ പോലും അറിയാതെയുള്ള നിയമനമായിരുന്നു എന്നതിലാണ് ഏറ്റവും വലിയ അതിശയം. അതായത് ടീം UDFിനകത്തുള്ള മന്ത്രിമാരെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ സാധ്യമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ചർച്ചാ വിഷയമായപ്പോൾ തന്നെ മുഖ്യമന്ത്രി പൂക്കി സതീശമേനോൻ നൈസായിട്ട് തടി തപ്പിയിട്ടുണ്ട്. കേരളത്തിൽ ഉറപ്പാണഞ്ച് ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന ടീം UDFിന് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. അതിലുപരി മുഖ്യമന്ത്രി VD സതീശന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായി ഇത് മാറും എന്നതിലും യാതൊരു സംശയമില്ല. ഇപ്പോഴിതാ റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഡോക്ടർ അരുൺകുമാർ കൃത്യമായി ഇത്തരത്തിലുള്ള നിയമനങ്ങളുടെ, അതായത് ടീം UDFിൻ്റെ 2 വിക്കറ്റ് പോയതിനെ ഒന്ന് ഊക്കി വിട്ടിട്ടുണ്ട്. കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം നിരത്തിക്കൊണ്ടാണ് അരുൺകുമാറിന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ട് റിപ്പോർട്ടർ TVയിൽ അരുൺകുമാറിന്റെ ഈ വാക്കുകൾ എല്ലാ കോൺഗ്രസ്സുകാരും കേട്ടിരിക്കണം, പ്രത്യേകിച്ച് സൈബർ കൊങ്ങികൾ. കാര്യം, നിങ്ങൾ നിരന്തരം ഉണ്ടാക്കുന്ന ന്യായീകരണ ക്യാപ്സ്യൂളുകളല്ല ശരിക്കുമുള്ള മുഖ്യമന്ത്രി VD സതീശനും ടീം UDFും എന്ന് തെളിവാകുന്ന ഒരു പ്രതികരണം തന്നെയാണ്. എന്തായാലും ടീം UDFിൻ്റെയും പൂക്കി സതീശമേനോൻ്റെയും ഉടായ്പുകളെ, നിയമന സംഖ്യ ഉടായ്പുകളെ ഒന്നടങ്കം അരുൺകുമാർ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. തുടരുന്ന യൂട്ടേൺ ആണോ എന്നുള്ളതാണ് ചോദ്യം. തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. 2 യൂട്ടേൺ ആകുമ്പോൾ ഒരു വൃത്തമാവും. ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2002 ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ ഹക്കൻ സുക്കർ എന്ന് പറയുന്ന തുർക്കിയിലെ കളിക്കാരനാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇതിന് ഏറ്റവും വേഗതയേറിയ ഗോളടിച്ചത്. 11ാമത്തെ സെക്കൻഡിലാണ് ഗോളടിക്കുന്നത്. 11ാമത്തെ സെക്കൻഡിൽ 2002 ഇതിപ്പോൾ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 1 മാസം ആകുന്നില്ല. 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ വീണിരിക്കുക, 2 പ്രധാനപ്പെട്ട രാജികൾ സംഭവിച്ചിരിക്കുക. അത്ഭുതമുണ്ട്. കളി തുടങ്ങിയിട്ട് 11ാമത്തെ സെക്കൻഡിലല്ലേ? കളി തുടങ്ങി 11 സെക്കൻഡ് ആയപ്പോഴാണ്. ഇത് കളി തുടങ്ങിയിട്ടില്ല. 100 ദിന കർമ്മ പദ്ധതി വന്നിട്ടില്ല. ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടില്ല. സർക്കാരിൻ്റെ നയപരമായ പരിപാടികൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയിലാണ് 2 പ്രധാനപ്പെട്ട രാജികൾ സംഭവിക്കുന്നത്. ഒന്നൊരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, 2 ഈ സർക്കാരിൽ തന്നെ പുതുതായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വകുപ്പാണ്. ഏതാണ്? ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പീരീഡ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ സ്പെഷ്യൽ പീരീഡിൽ തന്നെയാണ് ഇപ്പോൾ രാജിവെക്കാൻ പോകുന്നത്. കൗതുകകരമായ കാര്യം, വരുന്ന നരേറ്റീവുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അളിയൻ്റെ രാജി അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് അളിയൻ്റെ രാജിക്ക് വേണ്ടി ഈ അളിയനെ നിയമിച്ചതാരാ? അത് മറ്റേ അളിയനാ. അപ്പോൾ അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടി അളിയൻ രാജിവെച്ചു എന്ന നരേറ്റീവാണ് അതിന് ശേഷവും പറയുന്നത്. അളിയൻ എനിക്കേറെ വിശ്വസ്തനായിരുന്നു. അളിയൻ വിശ്വസ്തനായിരിക്കും അളിയ, പക്ഷേ അളിയൻ വിശ്വസ്തനാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അളിയനാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് സ്വന്തം വകുപ്പിലായി പോയി എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് വിശ്വസിക്കാൻ മറ്റൊരാളും ഇല്ല എന്ന് അങ്ങ് പറയുമ്പോഴാണ്, അഥവാ പറയുന്ന രീതിയിൽ അങ്ങ് പ്രതികരണം നടത്തുമ്പോഴാണ് പ്രശ്നം എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഇത് അളിയനെ വിശുദ്ധനാക്കാനുള്ള രാജി എന്ന മട്ടിലുള്ള വ്യാഖ്യാനം ശരിയല്ല. ഗുരുതരമായ പിഴവാണ് അവിടെ സംഭവിച്ചത്. സ്വജനപക്ഷപാതം, ബന്ധു നിയമനം, ഇതിൻ്റെയൊക്കെ പേരിൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചവർ തന്നെയാണ്, അതും KPCCയുടെ അധ്യക്ഷൻ തന്നെയാണ് വന്നതെന്ന് പറയുന്നത്. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് നിയമപരമായ തടസ്സമില്ല, കാര്യക്ഷമതയുള്ള പൊതുപ്രവർത്തകനാണ്, ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അതിനെ ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് പിടിവിട്ടു പോകുമെന്ന് തോന്നി. ഒടുവിൽ അളിയൻ്റെ രാജി വന്നു. അപ്പോഴാണ് ആ വ്യാഖ്യാനം എത്തുന്നത്, അളിയൻ്റെ പേരിന് സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാജിവെച്ചു. പക്ഷേ എൻ്റെ ചോദ്യം, സ്വന്തം അളിയനെ സ്വന്തം വകുപ്പിൽ പേഴ്സണൽ സ്റ്റാഫായി തീരുമാനിക്കാൻ എടുക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. KPCC പ്രസിഡൻ്റായിരുന്നു സണ്ണി ജോസഫ്, സാധാരണ ഒരു മന്ത്രിയല്ല. KPCCയുടെ അധ്യക്ഷൻ എന്ന പദവിയിൽ കൂടി ഇരിക്കുന്ന മനുഷ്യനാണ് ഈ സ്വജനപക്ഷപാതത്തിനും ബന്ധു നിയമനത്തിനുമായിട്ട് കുട പിടിച്ചത് എന്നുള്ളതാണ്. ആദ്യ പ്രതിച്ഛായ നഷ്ടം അവിടെ തുടങ്ങി കേട്ടോ. അത് വലിയ രീതിയിൽ ജനങ്ങളെ സംശയമുനയിൽ നിർത്തി ഈ സർക്കാരിനെ. 2ാമത്തെ യൂട്ടേണോ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. ആ യൂട്ടേണിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താണ്? രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാണ് രാജി ആവശ്യപ്പെട്ടത്? നമ്മുടെ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം രാജി സമർപ്പിച്ചിരിക്കുന്നു. നിയമിച്ചതാരാ? അത് നിയമവകുപ്പ് മന്ത്രിയാണ് നിയമിച്ചത്. ആരാ നിയമവകുപ്പ് മന്ത്രി?
ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്, വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പോൾ നിയമിച്ച വി.ഡി. സതീശൻ തന്നെ രാജി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിയമിച്ചത്? രാജിവെക്കാൻ വേണ്ടിയാണോ നിയമിച്ചത്? രാജി ആവശ്യപ്പെടാൻ വേണ്ടിയാണോ നിയമിച്ചത്? ആവശ്യപ്പെട്ടല്ല സാർ, ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ്. എന്ത് നരേറ്റീവാണ്? അളിയനെ വിശുദ്ധരാക്കാൻ വേണ്ടി ഒരു അളിയൻ രാജിവെക്കുന്നു ഒരു ഭാഗത്ത്, രണ്ടാമത് മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങുന്നു. സാർ, ഇതേ സ്ഥാനത്തേക്ക് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങ് തന്നെയല്ലേ ഈ കെ ബി പ്രദീപിനെ നിയമിച്ചത്? ഈ ഭണ്ഡാരിയുടെ വക്കീലായിട്ട് വന്ന, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായിട്ട് വന്ന് സ്വർണം കവർന്നുവെന്ന് SITക്ക് സംശയമുള്ള, പൊതുജനങ്ങൾക്ക് സംശയമുള്ള, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കള്ളന്റെ വക്കീലിനെ ഈ പറയുന്ന എവിടെ നിന്ന് സ്വർണം കവർന്നോ അവരുടെ വക്കീലായിട്ട് തീരുമാനിച്ചത് അങ്ങ് തന്നെയല്ലേ? എന്നിട്ട് രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നതിലെ ഒരു കൗതുകം അത് എത്രമാത്രം അപഹാസ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ചോദിച്ചു വാങ്ങുകയല്ല അവിടെ സംഭവിച്ചത്. ഗത്യന്തരമില്ലാതെ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ കൈയൊഴിയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ രാജി എങ്ങനെ വന്നു എന്നതാണ്. ഞാൻ കരുതിയിരുന്നത് നിയമനം മാത്രമേ നടന്നുള്ളൂ, ചുമതല ഏറ്റെടുത്തിരുന്നില്ല എന്നാണ്. പക്ഷെ ചുമതല ഏറ്റെടുത്തിരുന്നില്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്താൽ മതി? ആ നിയമന ഉത്തരവ് പിൻവലിച്ചാൽ മതി. പക്ഷേ ഇന്നലെ തന്നെ വന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ആരാ ഇന്നലെ വന്ന് ചുമതല ഏറ്റെടുത്ത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആ മനുഷ്യൻ്റെ പേര് നമ്മൾ കേട്ടു. ഒന്ന്, സോണിയാഗാന്ധിക്കൊപ്പം ജൻപഥിൽ പോയി സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ നിൽക്കുന്നയാളാണ് ഈ ഭണ്ഡാരി. ആ ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എന്താണ് അവർ ചെയ്ത കുറ്റം? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണം ഉരുക്കിയെടുത്ത തട്ടിപ്പിന് കൂട്ടുനിന്നു. ആ സ്വർണം ഉരുക്കിയെടുത്ത കാട്ടുകള്ളന്റെ വക്കീലായിട്ട് നിന്ന ഒരു മനുഷ്യൻ ഇന്നലെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. 24 മണിക്കൂർ അദ്ദേഹം പദവിയിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജിവെക്കുന്നതിന് മുൻപ് ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്നു, പിന്നീട് രാജി സമർപ്പിക്കുന്നു. ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായി ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ രേഖകൾ ആ വക്കീൽ കണ്ടിട്ടില്ല എന്നെങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? എങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന് അഭിഭാഷകനായിരുന്ന കെ ബി പ്രദീപ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ രാജിവെക്കുമ്പോൾ ആ മണിക്കൂറുകൾക്കുള്ളിൽ ഈ കേസിനെ ബാധിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് അനുകൂലമായേക്കാവുന്ന SITയുടെ നിർണായകമായ കണ്ടെത്തലുകൾ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഫയലുകൾ ഈ ഗവൺമെന്റിന്റെ, ഈ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആ രേഖകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നിയമിച്ചത് വഴി ഒരു പൊതുജനങ്ങളെ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ലേ നിയമവകുപ്പ് മന്ത്രി എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. രാജിവെച്ചു എന്നുള്ളത് കൊണ്ടാണ്. നിയമന ഉത്തരവ് റദ്ദാക്കി എന്നുള്ളെങ്കിൽ എനിക്ക് ഈ ചോദ്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് രാജിവെക്കണമെങ്കിൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടാവണം. ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ ആ കടലാസുകൾ കാണാം. മുഴുവൻ രേഖകളും ഇപ്പോൾ ഡിജിറ്റലാണ്. ഈ രേഖകളിൽ തങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം, സ്മാർട്ട് ക്രിയേഷൻസിന് അനുകൂലമായതെല്ലാം ഈ വിധിയുടെ, ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയായിരുന്നോ ഈ ക്ഷണനേരം കൊണ്ട് ഈ സ്പെഷ്യൽ പ്ലീഡറായിട്ട് കെ ബി പ്രദീപിനെ നിയമിച്ചത്? ഇതാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത്തെ സംശയം നോക്കൂ, ഇതിൽ വകുപ്പ് മന്ത്രിയുണ്ട്, ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നമ്മൾ കേട്ടു, ഇത് ക്യാബിനറ്റിൻ്റെ തീരുമാനമെടുത്താൽ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചു പോയി എന്ന്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിട്ടില്ലേ? എങ്ങനെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ ഇങ്ങനൊരു നിയമനം നടക്കുക? സെക്രട്ടേറിയറ്റിൽ ഒരു റൂൾസ് ഓഫ് ബിസിനസ് ഇല്ലേ? സെക്രട്ടേറിയറ്റിലെ റൂൾസ് ഓഫ് ബിസിനസ് എന്താ? ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്യണമെങ്കിൽ, ഇത് മന്ത്രിസഭ ചർച്ച ചെയ്യേണ്ട വിഷയമാണല്ലോ, ആ വകുപ്പ് സെക്രട്ടറി അങ്ങനെ ഒരു ഫയൽ പുട്ടപ്പ് ചെയ്ത് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത്, ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ എത്തിച്ച്, മുഖ്യമന്ത്രി ഒരു കുറിപ്പോടുകൂടി ഇത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് ചീഫ് സെക്രട്ടറിക്ക് അയച്ച്, ചീഫ് സെക്രട്ടറി വേണ്ട തിരുത്തലുകൾ വരുത്താൻ വകുപ്പ് സെക്രട്ടറിക്ക് കൊടുത്ത്, അവിടെ നിന്ന് വീണ്ടും വകുപ്പ് സെക്രട്ടറി വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടു കൂടി എന്താണോ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ടത് ആ വിഷയത്തിൽ കൃത്യമായ ഫയൽ നോട്ട് എഴുതി അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത്, ചീഫ് സെക്രട്ടറി ഇംഗ്ലീഷിൽ 5 കോപ്പിയും മലയാളത്തിൽ 35 കോപ്പികളും എടുത്ത് അത് ഈ കൺസേൺഡ് മന്ത്രിയെ അറിയിച്ചതിന് ശേഷമല്ലേ മന്ത്രിസഭയിൽ വയ്ക്കുക? ഇത്രയും കാര്യം സംഭവിക്കണ്ടേ? അതിനുശേഷം മന്ത്രിസഭയിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇതേ ഫയൽ നോട്ട് ക്യാബിനറ്റിൽ നിന്ന് നേരെ ചീഫ് സെക്രട്ടറിക്ക് പോയി, ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിൽ തയ്യാറാക്കി വകുപ്പ് സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും കൊടുക്കണം. 48 മണിക്കൂറിനുള്ള ആ വകുപ്പ് സെക്രട്ടറി സ്വന്തം കൈയെടുത്തിട്ട് ആ ഉത്തരവ് പുറപ്പെടുവിക്കണം. ഇതാണ് ചട്ടം, ഇതാണ് റൂൾസ് ഓഫ് ബിസിനസ്. ഈ റൂൾസ് ഓഫ് ബിസിനസ്സിൽ വകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രി ഒന്നും അറിഞ്ഞില്ലേ? ഇതെങ്ങനെയാണ് കേരളത്തിലൊരു ഭരണം നടക്കുക? ഇത് കൂട്ടുത്തരവാദിത്വമുള്ളൊരു സർക്കാരല്ലേ? കൂട്ടുത്തരവാദിത്വമുള്ള ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഇന്ന് അദ്ദേഹം വന്ന് ന്യായീകരിക്കുന്നത് കേട്ടു. ഇന്ന് അദ്ദേഹം ന്യായീകരിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കൂട്ടുത്തരവാദിത്വം എന്നുള്ളൊരു ചോദ്യം വരും നാളെ.
ഈ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം അങ്ങയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന അങ്ങയുടെ വകുപ്പ് സെക്രട്ടറി കൊടുത്ത ഒരു കടലാസല്ലേ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് അദ്ദേഹം പറയും ഒരു മികച്ച ക്രിമിനൽ ലോയർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാവാം നിയമനം നടത്തിയത്. ആവാമെന്നല്ല സാർ, അങ്ങയുടെ വകുപ്പിൽ നിന്ന് തന്നെ പോകേണ്ടതാണ്. അങ്ങയുടെ വകുപ്പിലെ ഒരു സ്പെഷ്യൽ പ്ലീഡറായിട്ടാണ് നിയമിച്ചത്. നിയമവകുപ്പിൽ നിന്നാണ് പോകുന്നതെങ്കിൽ കൂടി നിയമവകുപ്പിലെ സെക്രട്ടറി അറിഞ്ഞില്ലേ ഇത്? നിയമവകുപ്പ് മന്ത്രി ഈ വിഷയം പൊട്ടപ്പിയുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ലേ? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എന്നിട്ട് ദേവസ്വം മന്ത്രി ആദ്യം നടത്തിയ ന്യായീകരണം നമ്മളെ അത്ഭുതപ്പെടുത്തി. കള്ളന്റെ കൂടെ നിന്ന് മുഴുവൻ കാര്യങ്ങളും പഠിച്ചത് ഗുണകരമാവും അത്രേ ഈ വക്കീലിനെ നമ്മുടെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് വന്നാൽ. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മനുഷ്യൻ രാജിവെച്ചിട്ട് വീണ്ടും കള്ളന്റെ വക്കീലായിട്ട് പോവുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു ദിവസം ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ആരാണതിന് ഉത്തരവാദി? നിയമിച്ച ആൾക്കാരല്ലേ. ഈ നിയമനം എങ്ങനെ നടന്നു? ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള റൂൾസ് ഓഫ് ബിസിനസ് പാലിച്ചുകൊണ്ട് നടക്കേണ്ട നിയമനം എങ്ങനെയാണ് തിടുക്കപ്പെട്ട് നടന്നത്? ഇതിന് പിന്നിൽ ഇപ്പോൾ പുറത്ത് പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഒരു പ്ലീഡർക്ക് ഇത്ര വെച്ച് എന്ന മട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അത് പുറത്തു വരണം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പുറത്തു വരണം. ഇതിൽ ചില ആളുകൾ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ചില രേഖകളുണ്ട്. അതിൽ കസ്റ്റംസിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് നിന്ന ഒരു വക്കീലിനെ ഈ GP ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്നയാളാണ്. നോക്കൂ, കസ്റ്റംസിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ചിട്ടുണ്ട് ഈ ലിസ്റ്റിൽ. എങ്ങനെയാണ് BJP സർക്കാർ നിയമിച്ച ഒരു വക്കീലിനെ ഈ സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിയമിക്കാൻ പറ്റുക? എങ്ങനെ നിയമിക്കാൻ പറ്റുക? സംശയം എന്താ? ഗവർണർക്ക് വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് കോടതിയിൽ ഹാജരായ ഒരു അഭിഭാഷകനെ തന്നെയാണല്ലോ നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ നിയമിച്ചത്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, രാജിയാണ് നടന്നിരിക്കുന്നത്. ആ ചുമതല ഏറ്റെടുത്ത ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ, ഈ പറയുന്ന ഔദ്യോഗിക രേഖകൾ ഈ പ്രതിഭാഗത്തിന് അനുകൂലമാകുന്ന വിധം KB പ്രദീപിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായൊരു വിഷയമാണ്. ഈ സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമായിരുന്നു അത് എന്ന ചോദ്യത്തിലേക്ക് പോകും. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിൽ SIT ചോദ്യം ചെയ്ത K. രജികുമാറുമായി VD സതീശൻ ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന മട്ടിലൊരു വാർത്ത പ്രചരിച്ചിരുന്നു. അതിൽ നിജസ്ഥിതി എനിക്കറിയില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ? അതിനുശേഷമാണോ KB പ്രദീപിന്റെ നിയമനത്തിലേക്ക് എത്തിയത്? ആ KB പ്രദീപിന്റെ നിയമനം ചുരുങ്ങിയ മണിക്കൂറുകൾക്ക് ആയിരുന്നുവെങ്കിലും ആ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഔദ്യോഗിക രഹസ്യരേഖകൾ, അതായത് പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന അഭിഭാഷകൻ വളരെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വാദിഭാഗത്തിന്റെ അഭിഭാഷകനായി വാദിഭാഗത്തുള്ള പ്രതിഭാഗത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട രഹസ്യ വിവരങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സംശയിക്കാമിത്. അങ്ങനെ ഒന്നും ഇനി സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സംശയത്തെ എങ്ങനെയാണ് നിങ്ങൾ മാറ്റുക? ഇത് ഭക്തജനങ്ങളുടെ മാത്രമല്ല, നിയമത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്രയും വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനെ കേവലം U-turn എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എല്ലാവരും സൂചിപ്പിച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ. ഒരു സിസ്റ്റം എററാണ് സാർ എന്ന പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയല്ലേ. ആരെയാണ് മാറ്റിയിരിക്കുന്നത്? ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയിരിക്കുക. എന്തിനാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത്? ആ മാറ്റിയതിന് പറഞ്ഞ ന്യായീകരണം എന്താ? 15 ദിവസത്തെ ലീവിന് അപേക്ഷിച്ചുവെന്ന്. വസ്തുതയാണോ? കള്ളം പറയല്ലേ ചെയ്തത്? 2.5 ദിവസത്തെ ലീവിന് മാത്രമല്ലേ ഈ പറയുന്ന ഡോക്ടർ റീന അപേക്ഷിച്ചിരിക്കുന്നത്? അതിനുശേഷം ഏത് തസ്തികയിലാണ് നിയമിച്ചിരിക്കുന്നത്? ആരോഗ്യവകുപ്പിന് താഴെ റീജിയണൽ പബ്ലിക് ഹെൽത്തിന്റെ ഡയറക്ടറുടെ കീഴിലുള്ള ഒരു തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുക. എന്താ ഡോക്ടർ റീന ചെയ്ത കുറ്റം? ഈ സിസ്റ്റത്തിന് ചേർന്ന് പോകുന്ന ആളല്ലെന്ന്. എങ്കിൽ അതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരെ. എന്നിട്ട് പറയുകയാണ്, കോഴിക്കോട് പോയിട്ട് പറയുന്നു നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 3 മണിക്കൂർ മുമ്പേ അത് സ്ഥിരീകരിച്ചിരുന്നു സാർ. അത് കളക്ടർ പറഞ്ഞു. ഈ വിവരമൊന്നും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അറിയുന്നില്ല. ഇന്നലെ പാലക്കാട് വന്ന് അടുത്ത അബദ്ധവും കൂടി പറയുന്നു. കോളറ സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് DMO പറയുന്നു. അപ്പോൾ സ്ഥിരീകരിച്ചതായി സംശയമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. പിന്നീട് DMO ഒരിക്കൽ കൂടി പറയുന്നു അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? എങ്ങനെയാണ് നിപ്പയെ നമ്മൾ കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് കോവിഡിനെ നമ്മൾ കൈകാര്യം ചെയ്തത്? ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, ഷിഗല്ല ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. യു-ടേണുകൾ പലതരത്തിൽ സംഭവിക്കുന്നത് ആ അർത്ഥത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തി നമുക്ക് അത്ഭുതം മാത്രമല്ല, നമുക്ക് വേദനയും ഉണ്ടാക്കുന്നു. നാലാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. മോഡിഫിക്കേഷനെ കുറിച്ച് ഒരു പൂക്കി ആംഗ്യ ഭാഷയിൽ ഒരു അനുവാദം നൽകിയിരുന്നല്ലോ. പൂക്കി വാചികം ആംഗികം എന്നൊക്കെ പറയുന്ന പോലെ അത് ഭാവാംഗീകാരമായിരുന്നു അത്, അല്ലേ? ഈ മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കണക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 ദിവസം കൊണ്ട് 86 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുന്നു മോഡിഫിക്കേഷൻ നടത്തിയ മനുഷ്യർക്ക്. മോഡിഫിക്കേഷൻ ആകാമെന്ന ആ പൂക്കി മുദ്രയിൽ വിശ്വസിച്ച മനുഷ്യർക്ക് 86 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുന്നു. 44 ദിവസത്തെ കണക്കെടുത്താൽ 1 കോടിക്ക് അപ്പുറം വരും. സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ VD സതീശൻ സർക്കാരിൻ്റെ കാലത്ത് മാത്രം
ഈ മോഡിഫിക്കേഷൻ്റെ പേരിൽ പിഴയിട്ടതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ സർക്കാരിലേക്ക് അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മോഡിഫിക്കേഷനിൽ വിശ്വസിച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോയവരുടെ അവസ്ഥ എന്തായി എന്നത് അറിയുക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, അത് അഞ്ചാമത്തതാണ്. PMCയുമായി ബന്ധപ്പെട്ട വിഷയം എന്തായിരുന്നു? സമസ്ത എന്താ പറഞ്ഞിരിക്കുന്നത്? അത് മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സർക്കാരിൻ്റേത് ജനവിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവയ്പ്പാണ്, സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ഞാൻ പറയുന്നതല്ല, സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പറയുന്നു, ധവളപത്രത്തിൽ ഒരു വരിയിൽ പോലും കേന്ദ്രത്തെ വിമർശിക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ചു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ്. PMCയിൽ മോദി സർക്കാരിന് പിണറായി സർക്കാർ കീഴടങ്ങി KC വേണുഗോപാൽ പറഞ്ഞത്. ഇന്ന് അതേ PMCയെ കുറിച്ചുള്ള ചോദ്യത്തിന് കള്ളം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനല്ലേ ശ്രമിച്ചത്? PMCയിൽ നിന്ന് ഒരു അണ പൈസ സർക്കാർ വാങ്ങിയിട്ടുണ്ടോ? അത് SSK ഫണ്ടല്ലേ? ബാക്കി പൈസ വന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഫണ്ടായി തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം പെൻഡിംഗ് ഉണ്ടായിരുന്ന പണമല്ലേ? PMC ഏതെങ്കിലും ഒരു സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടോ? PMCയുടെ പേരിൽ അണ പൈസ കേരള സർക്കാർ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല എന്നിരിക്കെ PMCയുമായി തുടരാൻ ഞങ്ങളില്ല എന്ന് അന്ന് സർക്കാർ വിവാദങ്ങൾക്കൊടുവിൽ ഒരു കത്ത് അയച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കെ എന്താണ് UDFിലെ നേതാക്കൾക്ക് വന്ന് ഞങ്ങൾ PMCയുമായി മുന്നോട്ടില്ല എന്ന് പറയാൻ ഇത്ര തടസ്സം? കേന്ദ്രം നിലപാട് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്രം നിലപാട് ചോദിച്ചിരിക്കുക. ആ നിലപാട് ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്ന് ഉഷാറോട് പറയാൻ എന്താ ഇത്ര UDF നേതാക്കൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? എന്താ മന്ത്രിമാർക്ക് ഇതിലെ ബുദ്ധിമുട്ട്? അത് നിയമപ്രശ്നമാണ്, സാങ്കേതികമാണ്, അത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ ഒപ്പിട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒപ്പിട്ടത് പിൻവാങ്ങിയിരിക്കുന്നു, ആ കത്ത് കൊടുത്തിരിക്കുന്നു. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഞങ്ങളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കേന്ദ്രം ഇപ്പോൾ കേരളത്തിന് നിലപാട് ചോദിച്ചിരിക്കുന്നു. ഒരു കത്ത് കൊടുത്തൂടെ? ഞങ്ങൾക്ക് PMCയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന കത്ത് കൊടുത്ത് ധൈര്യത്തോടു കൂടി ഈ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മന്ത്രിമാർ പറയേണ്ടതല്ലേ? സമസ്ത ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: PMC പോലെയുള്ള പദ്ധതികളിൽ സർക്കാർ സ്വീകരിക്കുന്ന വ്യക്തതയില്ലാത്ത നിലപാടുകളും അനിശ്ചിതത്വം സതീശൻ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് പറയാനാകുമോ എന്നാണ് ചോദിച്ചത്. ഇത് എൻ്റെ വിമർശനമല്ല, സുപ്രഭാതം പത്രത്തിൻ്റെ, സമസ്തയുടെ മുഖപത്രത്തിൻ്റെ വിമർശനമാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ടേൺ അടിച്ചുകൊണ്ടേ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിരിക്കുന്നു. ചുരുങ്ങിയ ദിനം കൊണ്ട് എന്നുള്ളതാണ്. അതിവേഗമാണ് പിഴവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പിഴവുകളിൽ ചിലത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുമെന്നതിൽ ആശങ്കയുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം.